കാണുമ്പോൾ വളരെ ചെറിയ ബിസിനസ്, ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും. പക്ഷെ അടിപൊളി ലാഭമുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ പ്രോഡക്റ്റുകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. നമ്മളുടെ മുമ്പിൽ തന്നെ ആ പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ അതിനെ ആ രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് മാത്രം. ഈ പ്രോഡക്റ്റ് നമുക്ക് ബൾക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ റീറ്റെയിൽ ചെയ്യുകയാണ്, റീപാക്ക് ചെയ്ത് റീറ്റെയിൽ ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മളുടെ വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന പരിപാടി. വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും ചേർന്നിരുന്ന് ഇത് പാക്ക് ചെയ്യാവുന്നതാണ്. അത് വിപണനം ചെയ്യാനുള്ള രീതി മുമ്പോട്ട് പറയുന്നുണ്ട്. എവിടെ നിന്നാണ് ആ പ്രോഡക്റ്റ് കിട്ടുന്നത് എന്ന് പറയുന്നുണ്ട്. എത്ര ലാഭം കിട്ടും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും, ഈ ആശയം ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാതെ പോകരുത്. ലൈക്കിന്റെ അഭാവം നമ്മളുടെ വീഡിയോകളിലുണ്ട്. പിന്നെ മാക്സിമം എല്ലാവരോടും പറയുന്നതാണ്, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. കൂടാതെ നിങ്ങളുടെ കമന്റുകൾ കൃത്യമായിട്ട് കമന്റ് ബോക്സിൽ എഴുതുക. സഭ്യമായിരിക്കാൻ ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതാണ്. ഇന്നത്തെ പ്രോഡക്റ്റ് എന്താണ് എന്ന് നോക്കാം. ഒന്നുമില്ല, സിമ്പിൾ കാര്യം. പച്ചക്കറി വിത്തുകളുടെ റീപാക്കിംഗ് വ്യവസായമാണ് എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുകൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ ആ തോന്നലുകൾ മാറ്റിവെച്ച് അതിലേക്ക് കടക്കുമ്പോൾ അതിന്റെ ലാഭം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. പക്ഷേ കുറച്ച് കഷ്ടപ്പെടണം ആദ്യം തന്നെ. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? പച്ചക്കറി വിത്തുകൾ ബൾക്കായിട്ട് ശേഖരിക്കുന്നു, അതിനെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കി വിൽക്കുന്നു. ഇത്രയേ ഉള്ളൂ കാര്യം. അതിൽ നമ്മളുടെ ആ പാക്കറ്റിന് മുകളിൽ നമ്മളുടെ ലേബലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും. ഇത് ആർക്കാണ് നമ്മൾ കൊടുക്കുന്നത്? നമുക്ക് സാധാരണ വീട്ടുകാർക്ക് കൊടുക്കാം, ചെറിയ തോതിലുള്ള കർഷകർക്ക് കൊടുക്കാം, പിന്നെ അതുകൂടാതെ നഴ്സറികൾക്ക് കൊടുക്കാം, ഹോം ഗാർഡൻസ് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് കൊടുക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് പേർക്ക് ഇത് ആവശ്യമുണ്ട്. പക്ഷെ വിത്തുകൾ പ്രോപ്പർ ആയിരിക്കണം എന്ന് മാത്രം. ഇനി ഏതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം മെയിൻ ആയിട്ടുള്ള ഒരു 3, 4, 5 എണ്ണത്തിൽ പിടിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോൾ മറ്റുള്ള പ്രോഡക്റ്റുകളും എടുക്കാം. ആദ്യം വേണ്ടത് വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക്, ചീര. ഇത്ര ഐറ്റം മാത്രം നമുക്ക് മതിയാകും. എത്ര ഐറ്റം ഉണ്ട്? 1, 2, 3, 4, 5 ഐറ്റം. ഈ 5 ഐറ്റമാണ് നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എവിടെ നിന്ന് ഈ വിത്തുകൾ കിട്ടും? അതൊരു വലിയ കാര്യമാണ്. നമുക്ക് അതിനുവേണ്ടി കൃഷി വകുപ്പിനെ സമീപിക്കാവുന്നതാണ്. അവർക്ക് നഴ്സറികളുണ്ട്. നമ്മളുടെ കൃഷി ഓഫീസിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറയും എവിടെ നിന്ന് ഇത് കിട്ടും എന്നുള്ളത്. അവർ ഈ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. കേരളത്തിലുമുണ്ട്, അവിടെ നിന്ന് നമുക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ അത് കൂടാതെ പ്രൈവറ്റ് ആയിട്ട് ഇതുപോലെയുള്ള വിത്തുകൾ സംഭരിച്ച് വിതരണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ എല്ലാ ലൊക്കാലിറ്റിയിലും ഉണ്ടായിരിക്കും. അവിടെ നിന്ന് നമുക്കിത് ശേഖരിക്കാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കിട്ടും. അതായത് നമുക്ക് ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ, എക്സ്പോർട്ടേഴ്സ് ഇന്ത്യ പോലെയുള്ള സൈറ്റുകളിൽ ചെന്നാൽ ഇതുപോലെയുള്ള വിത്തുകൾ ബൾക്കായിട്ട് വാങ്ങിക്കാൻ പറ്റും. ഇനി ബൾക്ക് വില എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ദിവസം ഒരു വില പറഞ്ഞ് ഞാൻ പെട്ടുപോയതാണ്, എങ്കിലും പറയാം. ഒരു അപ്രോക്സിമേറ്റ് വിലയാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ലോക്കലി കിട്ടുന്ന വില അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഞാനിവിടെ പറയുന്ന എക്സ്ട്രീം ആണ്. ആ എക്സ്ട്രീം ഇട്ടാണ് ഞാൻ ഇവിടുത്തെ കണക്കുകളും അവതരിപ്പിക്കുന്നത്. വെണ്ടയ്ക്ക് നമുക്ക് 1 കിലോഗ്രാമിന് 500 തൊട്ട് 800 രൂപ വരെ പിടിക്കും. വഴുതന 1000 രൂപ തൊട്ട് 1500 രൂപ വരെ കിലോഗ്രാമിന് പറയാം. തക്കാളി 2000 തൊട്ട് 3000 രൂപ വരെ കിലോഗ്രാമിന് പറയാം. പച്ചമുളക് 1500 രൂപ തൊട്ട് 2500 രൂപ വരെ കിലോഗ്രാം പറയാം. ചീരയ്ക്ക് 800 രൂപ തൊട്ട് 1200 രൂപ വരെ കിലോഗ്രാം പറയാം. അപ്പോൾ തോന്നും, ഈ സാധനത്തിന് ഇത്രയും വിലയോ? ഇത്രയും വില ഇല്ലെങ്കിൽ പോലും ഏതാണ്ട് ഇതിനോട് അടുപ്പിച്ച വിലകൾ ഇതിനെല്ലാം ഉണ്ട്. നിങ്ങൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുകയുള്ളൂ. കൃത്യമായിട്ടുള്ള വിലകൾക്ക് നിങ്ങൾ കൃഷിഭവനെ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇതിലൊക്കെ കുറച്ച് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെയേറെയാണ്. ഇനി എന്താണ് ഇതിന്റെ പ്രോസസ്സിംഗ്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും ആദ്യം വിത്തുകളുടെ ഗുണനിലവാരം പരിശോധിക്കണം. അതായത് കുത്തിയാൽ മുളയ്ക്കുന്ന വിത്തുകളായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. പിന്നെ അതിനകത്ത് വേണ്ടാത്ത, കൊള്ളാത്ത വിത്തുകളുണ്ട്, അതെല്ലാം മാറ്റിയുള്ള പ്രോഡക്റ്റ് വേണം നിങ്ങൾ വാങ്ങിക്കാനായിട്ട്. അതിനുശേഷവും നിങ്ങൾ ഇത് വൃത്തിയാക്കണം. നല്ല രീതിയിൽ ഒന്ന് ഉണക്കിയൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഇനിയാണ് നമ്മളുടെ മെയിൻ കാര്യം വരുന്നത്.
വിൽപ്പനയ്ക്ക് അനുയോജ്യമായ അളവിൽ ഇത് പാക്ക് ചെയ്യണം. അതായത് 10 ഗ്രാം, 20 ഗ്രാം, 50 ഗ്രാം തുടങ്ങിയ പാക്കറ്റുകളിലാണ് ഇത് നിറയ്ക്കേണ്ടത്. അതിനുശേഷം വിത്തിന്റെ പേര്, തീയതി, കാലാവധി, ഉപയോഗിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്നിവ ഒരു ലേബലിൽ കുറിച്ച് പ്രിന്റ് ചെയ്ത് അതിൽ ഒട്ടിക്കുക. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ലാഭത്തിലേക്കാണ് പോകുന്നത്. ഒരേ ഒരു പ്രോഡക്റ്റിന്റെ ലാഭം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും ഇതിന്റെ ലാഭം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾ വെണ്ടയുടെ വിത്ത് എടുക്കുന്നത്. അപ്പോൾ ബൾക്ക് വില നമ്മൾ പറഞ്ഞത് 500-800 ആണ്. നമ്മൾ 600 രൂപയാണ്, അപ്രോക്സിമേറ്റ് ആയിട്ട് 600 രൂപയാണ് ഇവിടെ പിടിക്കുന്നത്. 1 കിലോഗ്രാമിൽ 10 ഗ്രാമിന്റെ 100 പാക്കറ്റ് ഉണ്ടാക്കാൻ പറ്റും. ശ്രദ്ധിച്ച് കേൾക്കണം. സംശയം ചോദിക്കുന്നതിനും ഇങ്ങോട്ട് കമന്റ് അടിക്കുന്നതിനും മുമ്പ് ശ്രദ്ധിച്ച് കേൾക്കണം. 1 കിലോഗ്രാമിൽ 10 ഗ്രാമിന്റെ 100 പാക്കറ്റ് ഉണ്ടാവും. അതിനകത്ത് എണ്ണം എത്രയാണെന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ആ വിത്തിന്റെ ഭാരം അനുസരിച്ച് എണ്ണം കുറയുകയും കൂടുകയും ചെയ്യാം. ഓരോ ടൈമിലും അത് മാറിക്കൊണ്ടിരിക്കും. ഇനി ഒരു പാക്കറ്റ് വിത്തിന് നമുക്ക് ചെലവാകുന്നത് 6 രൂപയാണ് ഈ ഒരു കണക്കനുസരിച്ച്. ഇനി പാക്കിംഗ് ചെലവ് നമുക്ക് 2 രൂപ പെർ പാക്കറ്റ് പിടിക്കാം. അതായത് പാക്കറ്റിന്, ലേബലിന്, പാക്കിങ്ങിന്റെ പ്രക്രിയയ്ക്ക്, അതായത് നമ്മൾ ചെയ്യുന്ന ജോലിക്ക് എല്ലാം കൂടെ 2 രൂപ ഒരു പാക്കറ്റിന് പിടിക്കാം. അതൊക്കെ എക്സ്ട്രീമാണ്, എങ്കിൽ പോലും അങ്ങനെ പിടിക്കും. ഓക്കെ, ആകെ ചെലവ് നമുക്ക് വരുന്നത് ഒരു പാക്കറ്റിന് 8 രൂപയാണ്. കൃത്യമായിട്ട് മനസ്സിലായല്ലോ. 8 രൂപയ്ക്ക് നമ്മൾ 10 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് വിൽക്കുന്നത് നമ്മൾ 20 രൂപയ്ക്കാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പത്തനംതിട്ടയിൽ പോയപ്പോൾ അവിടെ പുഷ്പമേള നടക്കുന്നു. അവിടെ നിന്ന് ഞാൻ പല സാധനങ്ങളുടെയും വിത്തുകൾ ശേഖരിച്ചു. അത് 20 രൂപയ്ക്കാണ് തന്നത്. അതിനകത്ത് 10 ഗ്രാം പോയിട്ട് 5 ഗ്രാം വിത്തുകളില്ല എന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ നമ്മൾ അതും എക്സ്ട്രീമാണ്. 10 ഗ്രാം കൊടുക്കുന്നു എന്ന് തന്നെ നമ്മൾ പറയുകയാണ്. ഈ 10 ഗ്രാം വിത്തിന് 20 രൂപയാണ് വില മേടിക്കേണ്ടത്. ഒരു പാക്കറ്റിൽ അപ്പോൾ നമുക്ക് 12 രൂപയാണ് ലാഭം കിട്ടുന്നത്. അങ്ങനെ 1 കിലോഗ്രാം വിൽക്കുമ്പോൾ നമുക്ക് 1200 രൂപ ലാഭം കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് കമന്റിൽ ചോദിക്കുക. 1200 രൂപ, 100 പാക്കറ്റാണ് നമ്മൾ വിൽക്കുന്നത്. ഒരു പാക്കറ്റിന് 12 രൂപ ലാഭമാണ്. 1200 രൂപ നമുക്ക് 1 കിലോഗ്രാമിൽ നിന്ന് ലഭിക്കും. മറ്റു വിത്തുകളും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം? മെയിൻലി ഇത്തരം ആളുകൾ ചെയ്യുന്നത് എക്സിബിഷൻസ് ആണ്, ഉത്സവങ്ങളാണ്, അങ്ങനെയുള്ള സീസൺ ഇവന്റുകളാണ്. അവിടെയൊക്കെയാണ് ഇവർ ഇത് കൂടുതലായിട്ട് വിൽക്കാറുള്ളത്. ഓടി നടന്ന് വിൽക്കുകയാണ്. നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്, നല്ല ലാഭവും ഉണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, അതായത് സമൂഹ മാധ്യമങ്ങൾ വഴി നമുക്ക് ഇത് ഫ്രീ ആയിട്ട് പരസ്യം ചെയ്ത് ചെയ്യാം. നമ്മളുടെ പ്രോഡക്റ്റിന് ഗുണമേന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 1 to 10 ഇല്ലെങ്കിൽ 1 to 100 എന്ന രീതിയിലായിരിക്കും കസ്റ്റമർ നമ്മളുടെ അടുത്തേക്ക് വരുന്നത്. ഇനി അടുത്തത് നമുക്ക് പ്രാദേശികമായിട്ട് കൃഷി മാർക്കറ്റുകളുണ്ട്. അതായത് അഗ്രികൾച്ചർ മാർക്കറ്റുകൾ എല്ലായിടത്തും ഉണ്ട് ഇപ്പോൾ. അവിടെ നമുക്ക് നല്ല രീതിയിൽ ഇത് വിൽക്കാൻ പറ്റും. മൂന്നാമത് കൃഷി മേളകൾ നടക്കാറുണ്ട്. ഈ കൃഷി മേളകളിലൊക്കെ സ്റ്റോൾ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഹോം ഗാർഡൻസ് ക്ലബ്ബുകളുണ്ട്. ഇല്ലെങ്കിൽ ഹോം ഗാർഡൻസ് ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവർക്ക് നമുക്ക് ഡയറക്റ്റ് ഇത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമുക്ക് കൃഷിമേളകൾ ഇല്ലെങ്കിൽ എക്സിബിഷൻസ് ഒക്കെ കവർ ചെയ്യണമെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ DIC, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെന്ററുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മേളകൾ വരാറുണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്തവർക്ക് ഫ്രീ ആയിട്ടുള്ള സ്റ്റാളുകൾ എല്ലാ വർഷവും പലയിടങ്ങളിലും ലഭിക്കാറുണ്ട്. അതുകൂടി ഒന്ന് ട്രൈ ചെയ്യുക. കാരണം അവിടെ വരുന്ന ആളുകൾ ഇത്തരത്തിലുള്ള വിത്തുകൾ കണ്ടാൽ വാങ്ങാതെ പോകില്ല. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. അപ്പോൾ ഇതാണ് ഈ ഒരു ബിസിനസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.